ജനീവ ചർച്ച പൊളിഞ്ഞു. ഇനി യുദ്ധമാണോ നടക്കുന്നത് എന്ന് ലോകം അതിശയത്തോടു കൂടി നിരീക്ഷിക്കുകയാണ്. ലോകാടിസ്ഥാനത്തിലുള്ള രാഷ്ട്ര തലവന്മാരും ഭരണാധികാരികളും പരസ്പരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യവും പരസ്യവുമായിരിക്കുന്ന ചർച്ച നടത്തുന്നതായി വ്യത്യസ്തമായിരിക്കുന്ന അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാര്യം ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. യുദ്ധമാണോ വരിക, അതല്ല ഇനി തുടർചലനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നതും ചർച്ചയുടെ ഭാഗമാണ്. കാര്യം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നിസ്സാരമാക്കപ്പെട്ട ഒരു യുദ്ധമായിട്ട് ഇത് അവസാനിക്കില്ല. ഇത് മിഡിൽ ഈസ്റ്റ് മേഖലയെയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ മേഖലയെയും ലോകത്താകമാനമുള്ള പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയൊക്കെ സാരമായിട്ട് ബാധിക്കും. അഥവാ സാമ്പത്തിക മേഖല തകർന്ന് കൂപ്പുകുത്താൻ ഇത് ഇടയാക്കും എന്ന് ലോക സാമ്പത്തിക വിദഗ്ധർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധത്തിന് മുൻപ് തന്നെ. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഈ ചർച്ച എന്ന് പറയുന്ന സംഭവം, സമാധാന ചർച്ച എന്ന് പറയുന്ന സംഭവം, ഇതാരുണ്ടാക്കിയതാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇറാൻ ഉണ്ടാക്കിയതല്ല. അമേരിക്ക ഉണ്ടാക്കിയതാണോ ചോദിച്ചാൽ ഒരു പരിധി വരെ മാത്രമേ അമേരിക്കക്ക് പങ്കുള്ളൂ. യഥാർത്ഥത്തിൽ മധ്യസ്ഥർക്ക് വേണ്ടിയിട്ട് രണ്ട് വിഭാഗം സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറാൻ ഒരു താല്പര്യവുമില്ല. നിർബന്ധിക്കുന്നത് കൊണ്ട് ഇറാൻ പോകുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയായിട്ടുള്ള ചർച്ചയെ സംബന്ധിച്ച് ഇതിന് മുൻപ് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് തങ്ങൾ ചർച്ച നടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യമല്ല പിന്നീട് പറയുക, മാറ്റി പറയും. മാത്രമല്ല ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ചർച്ച നടത്തുന്നതെങ്കിൽ ആ വിഷയം മാത്രം സംസാരിക്കാതെ മറ്റു വിഷയത്തിൽ ഊന്നിരിക്കുന്ന ചർച്ച ആരംഭിക്കുക എന്നുള്ളത് അമേരിക്കയുടെ പതിവാണ്. അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഏതൊരു രാഷ്ട്രത്തിനും അത് പറയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനീവയിൽ ആദ്യം തന്നെ ഒമാൻ നടത്തിയ ചർച്ചയോടുകൂടി അവസാനിക്കാവുന്നതേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. മറ്റെല്ലാം ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്. ആഭ്യന്തര വിഷയത്തിൽ ഊന്നിരിക്കുന്ന ചർച്ചയാണെങ്കിൽ ഞങ്ങൾ ഈ കച്ചവടം നിർത്തും, നമ്മൾ ഈ എഴുന്നേറ്റ് പോകും, നമ്മൾ പരിപാടിയോട് താല്പര്യമില്ല. അല്ലെങ്കിലും നേരിട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചയില്ല. ചർച്ച ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അതേപോലെ തന്നെ ഖത്തറിൻ്റെ പ്രതിനിധിയും ഈജിപ്തിൻ്റെ പ്രതിനിധിയുമായിട്ടാണ്. മധ്യസ്ഥരോടാണ് സംസാരിക്കുന്നത്. ഈ മധ്യസ്ഥരാണ് പിന്നീട് അമേരിക്കയുടെ പ്രതിനിധിയുമായിട്ട് സംസാരിക്കുന്നത്. പിന്നീട് ഈ മധ്യസ്ഥരാണ് ഇറാൻ്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ മധ്യസ്ഥരെ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചാ സംഭവമാണ് നടക്കുന്നത്. ആദ്യം ഒമാനിൽ നടന്നു, പിന്നെ ജനീവയിൽ നടന്നു, വീണ്ടും ഇന്ന് ജനീവയിൽ നടന്ന ചർച്ച 100% പരാജയപ്പെട്ടു. ചെറിയ തുടർന്ന് ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഒരു വേദി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇതൊന്നും പരിഹാരമാകാൻ പോകുന്ന കേസല്ല. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന നിലപാടുണ്ട് എന്നുള്ളതാണ്. നിലപാടിലായവ് ഒരാളെ പേടി വേണം. അങ്ങനെ ആ സമയത്തെ വിട്ടുവീഴ്ചകളുണ്ടാവും. ഇത് രണ്ടു കൂട്ടർക്കും പേടിയില്ലെങ്കിൽ പിന്നെ വിട്ടുവീഴ്ചയുടെ വിഷയമില്ല. ഇറാനെ സംബന്ധിച്ചത് ഒരു വിട്ടുവീഴ്ചക്ക് ഒരു തയ്യാറല്ല. അപ്പോൾ തന്നെ ഈ ചർച്ചാ സംബന്ധമായ കാര്യത്തിലൂടെ ഇത് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എന്താ ഇപ്പോൾ ഇന്ന് നടന്നത് നമ്മൾ നോക്കാം. ജനീവയിലുള്ള ഒമാൻ്റെ എംബസി ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ വെച്ച്, അത് അവിടുത്തെ അംബാസഡറെ വീട്ടിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ അവിടെ ഓഫീസിൽ വെച്ചിട്ടോ ആണ്. ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഓഫീസിൽ വെച്ച് എന്നുള്ളതും ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് വീട്ടിൽ വെച്ചിട്ട് എന്നുള്ളതും കാണുന്നുണ്ട്. 2 റിപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ചർച്ച നടത്തുന്നത്. ആ ചർച്ച ഏകദേശം 2.5-3 മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുണ്ട്. 2.5 മണിക്കൂറാണ് സമയമെങ്കിലും പിന്നെ നീണ്ടുപോയി 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചർച്ച അവസാനിച്ചത്. ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം തന്നെ ഇതാണ്: ആണവായുധത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ച മാത്രമേ പറ്റൂ, അതേക്കുറിച്ച് മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ. അതിനെന്ത് ചെയ്യണം? ആണവായുധം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ അവസാനിപ്പിക്കും, പ്രശ്നമൊന്നുമില്ല. അതിനെന്ത് ചെയ്യണം? തങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന എല്ലാ ഉപരോധവും പൂർണ്ണമായിട്ട് പിൻവലിക്കണം. ഈ വിഷയത്തോടനുബന്ധിച്ച് ഈ ഇറാൻ്റെ സൈനിക മേധാവി പുറപ്പെടുവിച്ച ഒരു വലിയ പ്രസ്താവനയുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ പറയേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാനെ ആക്രമിച്ചാൽ ന്യൂക്ലിയർ പരീക്ഷണം പരസ്യമായി നടത്തും എന്നുള്ള ഇറാൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു. അത് ഇറാൻ്റെ സൈനിക സൈറ്റിലെല്ലാം ആ പറയപ്പെട്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കോപ്പി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങൾ ഏതെങ്കിലും കാരണത്തിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ആണവ പരീക്ഷണം നടത്തും എന്ന് വെച്ചാൽ ആണവ പരീക്ഷണം മാത്രമല്ല, ആണവായുധം പ്രയോഗിക്കും എന്ന് പറയാതെ പറയുന്നുണ്ട്. അഥവാ തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഏറെക്കുറെ
രഹസ്യമായിട്ടെങ്കിലും സമ്മതിക്കുന്ന രീതിയിലേക്ക് ഇറാൻ പോകുന്നു എന്നുള്ളതാണ്. അത് അമേരിക്കക്ക് വലിയ രീതിയിൽ ആഘാതമാണ്. എന്തുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അവരുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നുള്ള ഒറ്റ ഉത്തരം മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ 3 മണിക്കൂർ നേരത്തെ 3-3.5 മണിക്കൂർ നേരം ചർച്ച നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ ആ ചർച്ചയ്ക്കിടയിൽ അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ മിസൈൽ നിർമ്മാണം നിർത്തിവെക്കണം. അതായത് പിന്നീട് സംസാരിച്ചതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ എന്താണോ സംസാരിക്കുന്നത് ആ സംസാരത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് തുടർ ചലനമാക്കിയിട്ട് അമേരിക്ക സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. മിസൈൽ നിർമ്മാണം നിർത്തണം, മിലീഷ്യ വിഭാഗത്തെ സൈനികമായി സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഇത് ഇസ്രായേലിൻ്റെ ആശയമാണ്. അല്ലാതെ മിലീഷ്യ വിഭാഗം ലെബനാനിലോ യമനിലോ അതല്ലെങ്കിൽ പാലസ്തീനിലോ മിലീഷ്യ വിഭാഗം സജീവമായാൽ അമേരിക്ക കുഴപ്പമൊന്നുമില്ല, അമേരിക്കയെ ബാധിക്കുന്ന കേസൊന്നുമല്ല. പക്ഷെ അവരത് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഇസ്രായേലിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്, കൂലിപ്പണി ചട്ടമ്പിപ്പണി എടുക്കുകയാണ് എന്നുള്ളതിന് തെളിവായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നു. ആ ഒരു പ്രയോഗം വന്നതോടുകൂടി തന്നെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം എന്ന് ഇറാൻ പറഞ്ഞു. നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതിന് എതിരഭിപ്രായം പറയുന്ന സമയത്ത് ഒരിക്കലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് വഴിമുട്ടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. അവർ മുമ്പേ പറയുന്നത് പോലെ തന്നെ അവർ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തിടുകയും വിഷയത്തിനപ്പുറമുള്ള വിഷയത്തെ നിർമ്മിക്കുകയും ചെയ്യും. അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിൽ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് അമേരിക്കയുടെ സ്വഭാവ രീതിയാണ്. അതുകൊണ്ടാണ് മുൻപേ ഞങ്ങൾ പറഞ്ഞു വെച്ചത് അവരുമായി നേരിട്ട് ചർച്ചയില്ല, മധ്യസ്ഥ നിർബന്ധമാണ്, നിങ്ങൾ കൂടെ വേറെ സ്വഭാവം അറിയണം എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ചർച്ച പൊളിഞ്ഞിട്ടുണ്ട്. ഇനി യുദ്ധമാണോ എന്ന ചോദ്യത്തിന് ഇവിടെ ഇറാൻ്റെ സൈനിക മേധാവി കൃത്യതയോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ തങ്ങൾ ആക്രമിച്ചാൽ തങ്ങൾ ആണവ പരീക്ഷണം നടത്തും. അഥവാ ഇസ്രായേൽ കൊണ്ടുപോയി ആണവ ബോംബിടും എന്നൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ടില്ല. ആണവ പരീക്ഷ നടത്താൻ ഏറെക്കുറെ ആണവായുധം അവരുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ അവരുടെ ആണവ പരീക്ഷണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമ്പുഷ്ട യുറേനിയത്തിൻ്റെ പൂർത്തീകരണമുണ്ട് എന്ന് സമ്മതിക്കുകയാണ് ഈ ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ചർച്ച ചെയ്താലും പൊട്ടി, ഇനി യുദ്ധം ചെയ്യാൻ പോലും മടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ വിദേശ വാർത്താ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന മറ്റുള്ള ഈ അന്താരാഷ്ട്ര മീഡിയകളിൽ നിന്നും റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകളൊക്കെ കൂടുതലായിട്ടും വരുന്നത്. നമ്മളത് പറയാറുള്ളതും. എങ്ങനെയെങ്കിലും നമുക്ക് ഈ വിഷയങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പം തന്നെ നമുക്ക് സൈറ്റ് കയറിപ്പോയാൽ നോക്കിയാൽ ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇറാൻ്റെ സൈറ്റ് കയറിയാലും അറിയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ സൈനിക മേധാവികളുടെ, അതായത് ഇറാൻ്റെ സൈനിക മേധാവിയുടെ സൈറ്റ് കയറിയാൽ അറിയാൻ വേണ്ടി പറ്റും. അവരുടെ സൈനികർക്ക് തന്നെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാലും അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, അപ്പോൾ ഇത്തരം വാർത്തകളൊന്നും ഒരുപക്ഷെ മറ്റുള്ള ചാനലുകാർക്കൊന്നും ഒരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യണം, നമ്മുടെ വാർത്തക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനോട് സഹകരിക്കണം. എല്ലാവരും കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് ആയിക്കൊള്ളണമെന്നില്ല, ഷെയർ ചെയ്യുന്നവരായിക്കൊള്ളണമെന്നില്ല. വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാവുക. അതെല്ലാം അവർ ചെയ്യണം. പ്രത്യേകിച്ച് യാതൊരു അധ്വാനവും ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ചാനലിൻ്റെ സ്ഥായി ആയിരിക്കുന്ന നിലനിൽപ്പിന് അത് വലിയ പങ്കാളിത്തം വഹിക്കും. ഇത് എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ളതും എത്ര പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഒക്കെ നിരീക്ഷിക്കപ്പെടുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കാണുക മാത്രമല്ല, നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അത് യൂട്യൂബിൻ്റെ അതിൻ്റെ പോളിസി തന്നെ അങ്ങനെയാണ്, കണ്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് സബ്സ്ക്രൈബ് ചെയ്തോളണമെന്നില്ല, ലൈക്ക് ചെയ്തോളണമെന്നില്ല, അതിൽ എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കാണുന്ന എല്ലാവരും ഈ സബ്സ്ക്രൈബ് ആയിക്കൊള്ളണമെന്നില്ല, ലൈക്ക് ചെയ്തോളണമെന്നില്ല. അതെല്ലാം നമ്മുടെ ഈ ചാനൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാന് നേരെ ഒരു യുദ്ധത്തിന് ധൈര്യമില്ലാത്ത വിധം നാവ് കൊണ്ട് ഇറാൻ അമേരിക്കയെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ സംഭവങ്ങളാണ് ഇറാൻ്റെ അകത്തുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യത്തിൽ 100% അമേരിക്ക പരാജയപ്പെടുന്നു. ആ ഒരു പരാജയമാണ് പല ഘട്ടത്തിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ജനീവ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട്
അവരുടെ തല താഴ്ത്തി സമ്മതിക്കുന്ന ഒരു രീതി ഉണ്ടാവും. ഏത് വെനിസ്വേലയുടെ ഭരണം അട്ടിമറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ നോക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അമേരിക്കയെ പേടിക്കാതിരിക്കില്ല എന്ന് ലോകം കണക്കൂട്ടുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുല്ലാണ്. അവർ അതിജീവിക്കുക തന്നെ ചെയ്യും. കാര്യം അവർ സൈനിക ആയുധങ്ങളെക്കാളും അവർക്ക് ശക്തി വിശ്വാസമാണ്, ഈമാനാണ് എന്നുള്ളതാണ് അമേരിക്കയെ പിന്നെയും പിന്നെയും തോൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന ഘടകം എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.